ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പം, നൂലപ്പം, നൂൽപുട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും പേര് ഇട്ട് വിളിക്കാം. ഓരോ നാട്ടിലും ഓരോ പേര്. എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതാകണ്ടോ സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. പൊടിയെടുത്ത് കുറുക്കിയെടുക്കില്ലയോ, 1 ഗ്ലാസ് പൊടിക്ക്, ഇടിയപ്പ പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുട്ടികൾക്ക് കുറുക്കുന്ന പോലെ കുറുക്കി ഇതേപോലെ ഇത്ര ടൈറ്റ് ആകുമ്പോൾ അത് നിർത്തണം. ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ, ഇടിയപ്പം അങ്ങനെ പിഴിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ, കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണേ. ഇതാ ഈസി ആയിട്ട് ഇതേ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഡാൻസ് ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്ര വേഗം ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുമോ, അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണണം. ഇതാ കുറുക്കിയെടുത്ത മാവ് ദേ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ, ഇതിൽ വെച്ച് പിഴിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ വെള്ളം തിളച്ച് കഴിഞ്ഞു. അതിനുശേഷം കൈ നീറ്റായിട്ട് കഴുകി തുടച്ചിട്ട് വേണം കുറച്ച് നെയ്യ് പുരട്ടി ഉപ്പും മരിപ്പൊടിയും കുറുക്കിയെടുക്കണം കേട്ടോ. ഉപ്പിടാൻ മറക്കല്ലേ. ഒരല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ചേർക്കാം. ഇതാ ഇടിയപ്പം ഈസി ആയിട്ട് ഇതാ ഇത്ര വേഗം ഉണ്ടാക്കുന്ന ഇടിയപ്പം റെഡി. ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ക്ലാസ് കഴിയുമ്പോഴേക്കും ഇടിയപ്പം മാവ് റെഡിയാവും, ഇടിയപ്പം റെഡിയാവും. ഇത് അടച്ചു വെച്ച് വേവിക്കും. ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈസി ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു ഇപ്പോൾ പഠിച്ചല്ലോ. ഇപ്പുറത്ത് ചിക്കൻ കറി. ബൈ ക്യൂട്ടി. ബൈ പറയൂ. അയ്യേ ശരി ഇട്ടിട്ടില്ല. മോശം മോശം മോശം.